പറയാലോ, എനിക്കൊരാൾ ഇഷ്ടമാണ്, ഞങ്ങളുടെ കല്യാണം നടത്തി തരണോന്ന്. നമ്മളൊക്കെ മണ്ടന്മാരാ. നമ്മള് വെറുതെ മക്കളിങ്ങനെ സ്നേഹിച്ചോണ്ടിരിക്കും. പോയിട്ട് ഇതുവരെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. അറിയോ, ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ? ഒന്ന് ഫോൺ എടുക്കണ്ടേ, ഒന്ന് സംസാരിക്കണ്ടേ? ഇന്നവളുടെ പിറന്നാളാ. രാവിലെ മുതൽ അതും പറഞ്ഞോണ്ടാ സുഖമില്ലാത്ത അവളുടെ അച്ഛൻ കരയുന്നത്. ഞാനൊന്ന് ഓർക്കണ്ടെന്ന് കരുതിയതാ. വെറുതെ അവളുടെ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കിപ്പോയി. ഈ ഫോട്ടോ ജീവനയക്കാം. തൽക്കാലം രക്ഷപ്പെടാൻ ഇതേ വഴിയുള്ളൂ. അല്ല, ഇവരിപ്പോ എവിടെയാണെന്ന് എന്തെങ്കിലും ധാരണയുണ്ടോ? എവിടെയോ ദൂരെയാ, അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ലക്ഷ്മി, എത്ര നാൾ വരെ അവൾ അച്ഛനമ്മമാരെ ഓർക്കാതെ ജീവിക്കും? അവൾ തിരിച്ചു വരും. സമാധാനമായിട്ടിരിക്കുക. മോട്ടർ അടിച്ചതാണല്ലോ. ആ സുജാതെ, ആ അല്ല, ഇന്ന് വന്ന പയ്യന്റെ കാര്യം എന്തായി? അത് നടക്കില്ല രാമകൃഷ്ണേട്ടാ. അയ്യോ, അതെന്ത് പറ്റി? വിവാഹം കഴിക്കുകയാണെങ്കിൽ അവള് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം കൂടെ ഉണ്ടാവണമെന്ന് അവള് വാശി പിടിച്ചു. ഓ, ആർക്കാ അങ്ങനെ ഒരു കാര്യം സമ്മതിച്ചു കൊടുക്കാൻ പറ്റുക? ആദിക്കും പത്മയ്ക്കും പരസ്പരം പിരിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആദ്യം വിട്ടുപോവാൻ അവളും തയ്യാറാവില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനും? ഇവിടെയും ഹരിയുടെ കാര്യം അങ്ങനെ തന്നെയാ. കല്യാണക്കാര്യം പറയുമ്പോ മുഴുവനും അവ ഒഴിഞ്ഞു മാറുന്നത് കല്യാണിയുടെ കാര്യം പറഞ്ഞിട്ടാ. കല്യാണിയെ മോളെ പോലെ കാണുന്ന ഒരാള് ജീവിതത്തിലേക്ക് വരട്ടെന്നാ അവൻ പറയുന്നത്. സുജാതെ, ഇതിനൊരു പരിഹാരം നമ്മൾ ആഗ്രഹിച്ച കാര്യം നടത്തുക എന്നുള്ളതാ. ശരിയല്ലേ? ഹരിയും വീണയും തമ്മിലുള്ള ജീവിതം എങ്ങനെയായിരുന്നെന്നും മോള് മനസ്സിലാക്കിയതല്ലേ? മനുഷ്യർക്ക് വീഴ്ച വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞു തീർക്കും, എന്നിട്ട് മുന്നോട്ട് പോവും. ഒരു പക്ഷെ വീണയുടെ തിരിച്ചുവരവിന് അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിലോ? അത് അമ്മ ഒന്ന് ആലോചിച്ച് നോക്കേ. ഹരിയുടെ വീട്ടില് ഇപ്പൊ കല്യാണിയുടെ സ്വന്തം അമ്മയുണ്ട്. അവളെ പ്രസവിച്ച അമ്മ.
അമ്മയ്ക്കും ഹരിയെങ്കിലും മെസ്സേജ് അയക്കണം. ആ ഓക്കെ, ഹരിയങ്ങൾ അയച്ചു. ഇനി അടുത്തത് അമ്മയ്ക്ക് അയച്ചു. ഓക്കെ, ഞാൻ ഈ ഫോണിന്റെ തിരിച്ചു വെക്കട്ടെ. ആ പൊക്കോ. പോവാം. ആ ടീച്ചറും അച്ഛനും കല്യാണം കഴിക്കാന്ന് പറയാതെ നമ്മൾ തിരിച്ചു വരില്ല. ഓക്കെ ഓക്കെ. ആ വാ.